അല്ല കണ്ടാൽ എന്താണെന്ന് ADG ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടതാണോ? അല്ല എന്താണ് എന്താ നിങ്ങൾ എന്താ വലിയ സംഭവമായിട്ട് കാണുന്നത്? ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് ഒരു പോലീസുകാരൻ ഒരു പൊതുപ്രവർത്തകനെ കാണാൻ പോയി, എന്താ ഇതിൽ ഇത്ര ആനക്കാരിയിരിക്കുന്നത്? അല്ല ADGP തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ ഇല്ലെന്ന് പറയുന്നത്? പിണറായി വിജയനാണല്ലേ പറയേണ്ടത് എന്തിനാണ് കണ്ടത്? അദ്ദേഹം പറഞ്ഞു വിട്ടതാണോ? അല്ല പിന്നെ അജിത് കുമാർ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് ഞങ്ങൾ എന്തിനാണ് അതിന് മറുപടി പറയുന്നത്? CPM-ന് എങ്ങോട്ട് പോകാനാ? കോൺഗ്രസിലേക്ക് അവർ പോയിട്ട് എന്താ കാര്യം? ഞങ്ങളെ മെമ്പർഷിപ്പ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 4 ദിവസം കഴിയുമ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തവരിൽ മഹാഭൂരിപക്ഷവും CPM-ൽ നിന്നുള്ളവരാണ്. പിന്നെ CPM-ന് ഈ സമ്മേളനം കഴിയുമ്പോൾ തന്നെ CPM-ന്റെ ഗതി എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇപ്പോൾ 2 ചേരിയായി തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ അൻവർ മാത്രമല്ല എന്നാ പറയുന്നത്, ജലീലുണ്ട്, പിന്നെ കള്ളക്കടത്തുകാരൻ മറ്റേ വേറൊരുത്തനുണ്ടല്ലോ, എന്താ റസാക്ക്, എന്നിട്ട് കുറെ ആൾക്കാർ ഒരു വശത്ത് ചേർന്നിരിക്കുന്നു. കണ്ണൂർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അർജുനായങ്കി, ആകാശ് തില്ലങ്കേരി, മറ്റേ കൊട്ടേഷൻ സംഘങ്ങളെല്ലാം. ഇപ്പൊ വേറൊരുത്തം വന്നിരിക്കുന്നത് സരിത്തിന്റെ കമ്പനി. ഇന്നലെ മറ്റേ പുതിയ പിണറായി വിജയന്റെ സ്വന്തം ആള് സ്വർണ്ണക്കള്ളക്കടത്തിൽ അന്ന് സഹായിച്ച ആൾക്കാരൊക്കെ വേറൊരു കമ്പനി വേറെ വന്നിരിക്കുന്നു. മാഫിയ സംഘങ്ങൾ തമ്മിൽ ഇങ്ങനെ കമ്പാർട്ട്മെന്റ് ആയിട്ട് തമ്മിലടിക്കുകയാണെന്ന്. ആ പാർട്ടിയിൽ ആർക്കെങ്കിലും ഇനി അന്തസ്സോടെ പ്രവർത്തിക്കാൻ കഴിയുമോ? EP ജയരാജനെ എന്ത് കാരണത്തിലാണ് അവർ ഒഴിവാക്കുക? ഈ കാരണം എന്തിനാണ് പറയുന്നത്? EP ജയരാജനെ പ്രകാശ് ജാവ്ദേക്കർ കണ്ടു, അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു പാർട്ടിയാണിത്? അപ്പൊ EP ജയരാജനെ ഒഴിവാക്കേണ്ടത് വേറെ ആവശ്യമായിരുന്നു. അപ്പൊ ഇതിനെ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു കാര്യം വ്യക്തമായിട്ട് നിങ്ങളോട് പറയാം. അല്ലല്ല, എനിക്ക് മനസ്സിലായി ഈ അന്തർധാര. കോൺഗ്രസിനെ ജയിപ്പിക്കാനല്ല ഞങ്ങളിവിടെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ജയിച്ച് അധികാരത്തിൽ വരാനാണ്. അങ്ങനെ ഒരു ധാരണ VD സതീശനോ ചെന്നിത്തലയ്ക്കോ ഉണ്ടെങ്കിൽ അതങ്ങ് വാങ്ങി വെച്ചാൽ മതി. കോൺഗ്രസിനെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല BJP ഇവിടെ പ്രവർത്തിക്കുന്നത്. BJP ഇവിടെ പ്രവർത്തിക്കുന്നത് പിണറായി വിജയനെയും CPM-നെയും പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ തന്നെയാണ്. അതുകൊണ്ട് ഒരു ആനുകൂല്യവും കോൺഗ്രസ് പ്രതീക്ഷിക്കേണ്ട. കോൺഗ്രസ് നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് ഒരു ആനുകൂല്യവും BJP-യിൽ നിന്ന് ഞങ്ങളൊക്കെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇത് 91 അതൊന്നുമല്ല. അതുകൊണ്ട് ആ ഒരു കട്ടിൽ കണ്ടിട്ട് പനിക്കേണ്ട. കോൺഗ്രസും CPM-ഉം ഒരേ കള്ള നാണയത്തിന്റെ 2 വശങ്ങൾ തന്നെയാണ്. ഞങ്ങൾ CPM-നോട് ആശയപരമായ യുദ്ധം ചെയ്ത് ഇത്രയും കാലം പ്രവർത്തിച്ചു. CPM-നെ പരാജയപ്പെടുത്തി കേരളവും പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ADGP-ക്കെതിരെ അൻവർ ഈ ആരോപണം ഉന്നയിച്ചിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ലല്ലോ. 2023 മെയ്യിൽ ഇവർ പിന്നെ കൂടിക്കാഴ്ച നടത്തിയിട്ട് അതിന്റെ കാരണമാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഇല്ലല്ലോ, ഈ ഏത് ബന്ധങ്ങളെന്ന്? അവിടെ എത്രയോ IPS ഉദ്യോഗസ്ഥന്മാരുണ്ട്, ആയിരക്കണക്കിന് ഉന്നതരായിട്ടുള്ള IPS ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരൊക്കെ എന്ത് ബന്ധങ്ങളുടെ രാഷ്ട്രീയം നോക്കിയിട്ടാണ് ഇവിടെ? ഞങ്ങൾക്ക് എന്താ ഇതിന്റെ ആവശ്യമുള്ളത്? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? അപ്പൊ നിങ്ങൾ പറയുന്നതിന് ഒരു ന്യായം വേണ്ടേ? അല്ല, പ്രതിപക്ഷം ചോദിക്കുന്നതിന് ഒരു ന്യായം വേണ്ടേ? കോൺഗ്രസ് വിചാരിക്കുന്നത് ഞങ്ങളുടെ പിന്തുണ, ഞങ്ങൾ CPM-നെതിരായതുകൊണ്ട്, കോൺഗ്രസും CPM-നെതിരായതുകൊണ്ട് ഞങ്ങളെ പിന്തുണയെ കൊണ്ട് അവർക്ക് കിട്ടണമെന്നാണ്. അത് നടപ്പില്ല സതീശ. നിങ്ങളെ ഒരു തരത്തിലും സഹായിക്കില്ല. നിങ്ങൾ CPM-നെ പോലെ തന്നെ അതിനേക്കാൾ വലിയ കള്ളന്മാരാണ്. നിങ്ങൾ അധികാരത്തിലിരുന്നപ്പോൾ ഇതെല്ലാം നിങ്ങൾ നടത്തിയിട്ടുണ്ട്.